ഈ വർഷത്തെ വിൻ്ററിൽ ഞങ്ങളുടെ വെജിറ്റബിൾ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു ഗ്രീൻ ഹൗസ് എന്ന് പറയാം. ഇവിടെ നമ്മൾക്ക് കാണാം നല്ല ഇതുണ്ട്, നമുക്ക് സൺലൈറ്റ് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പെഷ്യലാണ് ഈ പർപ്പിൾ കളർ ലൈറ്റ്. ഇത് നമ്മുടെ പ്ലാന്റ്സിന് ഒത്തിരി നല്ലതായിട്ട്, പ്ലാന്റ്സിന് നന്നായിട്ടിരിക്കാനായിട്ട്, കരിയാതെയും വാടാതെയൊക്കെ ഇരിക്കാൻ വേണ്ടി ഒത്തിരി സഹായിക്കും. നല്ല തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കും. അപ്പം എന്തൊക്കെയാണ് റോസ്മേരി ഇരിക്കുന്നു, നമ്മുടെ ഈ ചെടികളിരിക്കുന്നു, നമ്മുടെ കരിവേപ്പിനെ നമ്മളെപ്പോഴും ഈ കരിവേപ്പിനെ വീടിനകത്താണ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വീടിനകത്ത് വെക്കുമ്പോൾ എന്തോ നമ്മൾക്ക് ഇല എപ്പോഴും പൊഴിഞ്ഞു പോയി ഭയങ്കര പ്രയാസമായിരുന്നു. ഇത്രയും നന്നായിട്ട് പച്ചപ്പോടെ നിൽക്കത്തില്ലായിരുന്നു. അപ്പോൾ ഈ വർഷം ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് ഈ കരിവേപ്പിന് എന്തായാലും ഇവിടെ, അതായത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ടെക്സസിലെ കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ ഒരു അൺപ്രഡിക്റ്റബിളാണ്. ഞാൻ പറയും ബൈപ്പോളറാണ് ടെക്സസിന്. കാരണം ഇടയ്ക്ക് ഭയങ്കര തണുപ്പായിരിക്കും, ഇടയ്ക്ക് പിന്നെ അതുപോലെ തന്നെ നല്ല ചൂട് വരും. പക്ഷേ ഈ സമയത്താണ് നമ്മൾക്കൊക്കെ അസുഖമൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഈ സമയത്താണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങൾ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യണം. ഇപ്പോൾ രാവിലെ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് നല്ല ചൂടായിരിക്കും, പക്ഷേ തിരിച്ചു വരുമ്പം ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് വിൻ്റർ ക്ലോത്തൊക്കെ ആയിട്ട് പോകണം. വിൻ്റർ ക്ലോത്തൊക്കെ പോകുമ്പം ചൂടാണെങ്കിലും കയ്യിൽ വിൻ്റർ ക്ലോത്തുമായിട്ട് പോയിട്ട് നന്നായിട്ട് വെയർ ചെയ്യണം. ഇപ്പം നല്ലതായിട്ട് എല്ലായിടത്തും ഭയങ്കര വൈറൽ ഫീവർ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം നിങ്ങളെല്ലാവരും നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുക, നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുക. പിന്നെ ഞാനിങ്ങനെ നിങ്ങളെ ഈ ചെടികൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ മെഡിക്കൽ ഫീൽഡ് ആകുമ്പം എപ്പോഴും ഹെൽത്തിനെ പറ്റി പറയാൻ കൂടുതൽ താല്പര്യമുണ്ടല്ലോ. പിന്നെ വേണ്ട നമ്മുടെ മുരിങ്ങ എവിടെ നിൽക്കുന്നു, ചെത്തി ചെടികൾ, ഇഞ്ചി, ഇങ്ങനെ വേണ്ട നമ്മുടെ ലെമൺ ഉണ്ട്. ലെമണയിൽ കുറച്ച് ലെമൺ ഉണ്ടായിരുന്നു. ഇനി ഈ ലെമൺ പറിച്ച് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടല്ലോ. ലെമൺ പറിച്ചിട്ട് തേണ്ട നമ്മുടെ പനിക്കൂർക്കയുടെ ഇലയും തുളസി ഇലയും ഹണിയും മഞ്ഞളും ഒക്കെ വെച്ച് എനിക്കൊരു ചുമയുടെ മരുന്നുണ്ടാക്കണം. കാരണം ഇപ്പം എല്ലായിടത്തും ചെറിയ കോൾഡും കഫും ഒരു അലർജീസും ഒക്കെ നടക്കുവാണ്. പിന്നെ ഇത് നമ്മുടെ ചേമ്പ് പറിച്ചത്, മഞ്ഞൾ പറിച്ചത്. ഇത് ഓർമ്മയുണ്ടോ, നമ്മുടെ എന്താ പറയുന്നത്, ഞാൻ കാണിച്ചായിരുന്നല്ലോ, വെളുത്തുള്ളി ഇതേൽ വെച്ചായിരുന്നു കിളിപ്പിച്ചത്. നമ്മുടെ തെങ്ങ് എന്തായാലും മുളച്ച് വരുന്നുണ്ട്. പിന്നെ ചേന പറിച്ചത്. പിന്നെ ഇവിടെയും നമുക്ക് മറ്റൊരു കരിവേപ്പ്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കരിവേപ്പിനെടുത്ത് സൺലൈറ്റ് കിട്ടുന്ന, തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തണം, അതോടൊപ്പം സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കുക. അതുകൊണ്ട് ഇവിടെ നമ്മുടെ മണി പ്ലാന്റും എല്ലാം ഇവിടെ വെച്ചിരിക്കുവാണ്. പിന്നെ നമ്മുടെ കണ്ടല്ലോ, ഇതിനെ നമ്മൾ ഈ പപ്പായ ട്രീ എടുത്ത് രക്ഷപ്പെടുമോ എന്നറിയത്തില്ല. കാരണം നമ്മൾ ലേറ്റായിട്ട് തണുപ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് എടുത്ത് അകത്തോട്ട് വെച്ചത്. കാരണം ഇത് വേരിറങ്ങി മണ്ണിൽ നിൽക്കുമായിരുന്നു, ചട്ടിക്കകത്തായിരുന്നെങ്കിലും. പിന്നെ അതിനെ ഒരു തരത്തിൽ എടുത്തിപ്പോൾ അകത്ത് വെച്ചിരിക്കുവാണ്. ഇത് ഇപ്രാവശ്യത്തെ വിളവെടുപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, കുറേ ഇത് കിട്ടി, കുറേ കുമ്പളങ്ങ കിട്ടി. ഈ കുമ്പളങ്ങ ഒന്നും കേടാവത്തില്ല, ഇതിങ്ങനെ ഇവിടെ ഇരുന്നോളൂ എത്ര നാളത്തേക്ക് വേണ്ടിയും. അപ്പം ഇങ്ങനെ കുമ്പളങ്ങ പറിച്ചു ഉണ്ടോ, ഞങ്ങൾക്ക് എല്ലാ വർഷവും ഒത്തിരി കുമ്പളങ്ങ ഉണ്ടാകും. പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ കപ്പയുടെ കോലൊക്കെ വെച്ചിരിക്കുവാണ്. അതുപോലെ നമ്മുടെ വാഴേനെയൊക്കെ എടുത്ത് അകത്തിങ്ങനെ വെച്ചിരിക്കുവാണ്. അതുകൊണ്ട് അങ്ങ് ആകാശം മുട്ട വളർന്നിങ്ങനെ നിൽക്കുവാണ് നമ്മുടെ വാഴകൾ. കുഴപ്പമില്ല, ഈ നല്ല സൂര്യപ്രകാശം ഉള്ളപ്പം നമ്മൾ ഡോറൊക്കെ തുറന്നിട്ട് സൂര്യപ്രകാശം കൊടുക്കും. അല്ലാത്തപ്പം ഈ ലൈറ്റിലാണ്. കണ്ടോ, ഇതൊക്കെ കണ്ടോ നല്ല ഭംഗിയില്ല. എനിക്കാണെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഈ ലൈറ്റ് കാണുമ്പോഴത്തേക്കൊരു ഹാപ്പിനെസ്സാണ്. ഉള്ളിലോട്ട് പോകുമ്പം ഇച്ചിരി ഇരുട്ടാണ്, നല്ല വെട്ടമില്ല. പക്ഷെ എന്നാലും നിങ്ങളെ ഈ ചെടികളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാനിങ്ങനെ കാണിക്കുമായിരുന്നത്. നമ്മുടെ ആത്തയൊക്കെ ഒരു കുഴപ്പവുമില്ലാതെ നിൽക്കുന്ന, ഇലയൊക്കെ ഇച്ചിരി ഉണങ്ങിയിട്ടുണ്ട്. നമ്മുടെ പേരയ്ക്ക് ഇച്ചിരി ചെറിയ വാട്ടമുണ്ട്, വെള്ളം ഒഴിച്ചില്ലെന്ന് തോന്നുന്നു. നമ്മളിവിടെ ആഴ്ചയിലൊന്ന് ഇതിനൊക്കെ വെള്ളം ഒഴിക്കും കേട്ടോ. ഇവിടെ ഈ തെങ്ങ് കിളിപ്പിക്കുക എന്നുള്ള എൻ്റെ ഭർത്താവിൻ്റെ ഒരു ഹോബിയാന്ന് തോന്നുന്നു. അതുപോലെ നമ്മുടെ കോവൽ തണ്ടും, പിന്നെ എന്തായാലും ഈ പ്രാവശ്യം ഒരു കൈത കിളുത്ത് വരുന്നുണ്ട്. ഉണ്ടോ, മുളകൊക്കെ ഇവിടെ തന്നെയുണ്ട്.
നാരകവും, പിന്നെ ഇതൊരു മുല്ലയൊക്കെ എടുത്ത് അകത്തിങ്ങനെ വെച്ചിരിക്കുവാണ്. പിന്നെ ഇത് കണ്ടോ, മുളകിൻ്റെ കരണം പൊട്ടി മുളക്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ കരണം പൊട്ടി മുളകെന്ന്? കരണം പൊട്ടി മുളകെന്ന് എന്തുകൊണ്ടാണ് ഈ മുളകിനെ അങ്ങനെ പേര് വിളിക്കുന്നതെന്ന് അറിയാവോ? ഭയങ്കര എരിവാണ്. കഴിക്കുമ്പം തോന്നും നമ്മുടെ ചെവിയുടെ കരണം പൊട്ടിപ്പോകുമെന്ന്. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ കറ്റാർ വാഴയും, അതുകൊണ്ടൊരു മാവിനെ നമ്മൾ മാങ്ങാണ്ടി ഇട്ട് കിളിപ്പിച്ചൊരു മാവ് ഇങ്ങനെ കിളുത്ത് വരുന്നു. എൻ്റെ പനിങ്കൂർക്ക് കറ്റാർ വാഴയും, പിന്നെ നമ്മുടെ മുളകുകളും, അതുകൊണ്ട് പേര, മുല്ല, അതുകൊണ്ട് പിന്നെയും മുളകുകൾ. ഈ മുളകൊന്നും പോകത്തില്ല. നമ്മളോർക്കും മുളക് ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉണങ്ങിപ്പോവും അടുത്ത സീസണിൽ. അങ്ങനെയില്ല, ഈ മുളകൊന്നും പോകാതെ നിൽക്കുന്നത്. ഇത് നമ്മുടെ ശംഖുപുഷ്പം തണ്ട കായായിട്ട് നിൽക്കുന്നു. ഇനി ഈ അരിയിട്ട് ഇനി നമുക്ക് തൈ പിടിപ്പിക്കണം. അതുകൊണ്ട് ഇതും ഒരു മണി പ്ലാന്റ്. അങ്ങനെ ഇവിടെയും പിന്നെയും മുല്ല, ഇവിടെയും കണ്ടോ നമ്മുടെ ശംഖുപുഷ്പമൊക്കെ കായായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കരിവേപ്പിന് കൂടുതൽ സൺലൈറ്റ് കിട്ടാൻ വേണ്ടി ഈ വിൻഡോ സൈഡിലോട്ട് എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ പല പല ചെടികളും നിൽക്കുന്നു. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ആഫ്രിക്കൻ പായലിൻ്റെ ഭാഗ്യം കണ്ടോ. നാട്ടിലൊക്കെ പറിച്ച് കളയുമല്ലോ, ഇവിടെ എത്തണ്ടോ കിളിപ്പിച്ച് വെച്ചിരിക്കുന്നു. പിന്നെ എന്തായാലും ഒരു തെങ്ങ് ഇത്രയും നമ്മൾ തേങ്ങ വാങ്ങിക്കുമ്പോൾ മുളച്ച് കാണുന്ന തേങ്ങ അങ്ങനെ വെച്ച് കിളിപ്പിച്ചതാണിത്. എന്തായാലും ഒരു തെങ്ങും തൈ കിളുത്ത് വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാകുമെന്ന്. പിന്നെ അതേ ചേനകളൊക്കെ ഇങ്ങനെ നമ്മളൊന്നും ഉപയോഗിച്ചൊന്നുമില്ല, എല്ലാം ഇങ്ങനെ കഴിക്കുന്നേക്കാൾ ഇഷ്ടം പിന്നെയും കുഴിച്ച് വെച്ച് കിളിപ്പിക്കുക എന്നുള്ളത്. ഇതിപ്പോൾ അടുത്ത വർഷത്തേക്ക് കിളിപ്പിക്കാൻ വേണ്ടി എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നു. പിന്നെ നമ്മുടെ അമ്പഴം കണ്ടോ, അമ്പഴത്തേൽ കണ്ടോ കായെല്ലാം ഉണ്ടായി നിൽക്കുന്നുണ്ട്. അമ്പഴത്തേൽ കായുണ്ട്, ഇലയെല്ലാം പൊഴിഞ്ഞു പോയി, പക്ഷേ കായ ആയിട്ടിങ്ങനെ നിൽക്കുന്നു. അമ്പഴത്തിൻ്റെ കായെല്ലാം നിൽക്കുന്നിങ്ങനെ. പിന്നെ തണ്ട ചെമ്പരത്തിയും ആത്തയും ഒക്കെ കിളുത്ത് വരുന്നു. പിന്നെ മുല്ലയുടെ കമ്പൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ് കിളിപ്പിക്കാൻ വേണ്ടി. ഇത് മറ്റൊരു അമ്പഴമാണ്. ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതിന് നാമ്പിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മളിങ്ങനെ വെക്കുമ്പം ചിലപ്പോൾ നമുക്ക് പല നഷ്ടങ്ങളും വരും. എല്ലാ ചെടികളും കിളുത്ത് വരണമെന്ന്. അതായത് നമ്മുടെ മുരിങ്ങയിൽ കണ്ടോ, മുരിങ്ങക്കായൊക്കെ ഉണ്ട്. അവിടെ കയറി എങ്ങനെയാണ് പറിക്കുന്നത്? മുരിങ്ങക്കായ ഉണ്ട്. ഞാൻ കണ്ടത് ഇത് നമ്മൾ പെരയ്ക്കകത്ത് വെക്കുമ്പം പലപ്പോഴും മുരിങ്ങയുടെ കായിൽ ഒരു പൂപ്പൽ പോലെ തോന്നും. പക്ഷെ എന്തായാലും ഇവിടെ വെച്ചപ്പം അങ്ങനെയില്ല കേട്ടോ. മുരിങ്ങക്കായ്ക്ക് കുഴപ്പമില്ലാതെ ഫ്രഷായിട്ട് നിൽപ്പുണ്ട് എന്തായാലും. ഇപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ വിൻ്ററിലെ ഞങ്ങളുടെ ഗാർഡൻ എങ്ങനെയാണെന്ന് കണ്ടല്ലോ. വെളിയിലെല്ലാം ആകെ ശോകമൂകമാണ്. വെളുത്തുള്ളി കിളുത്ത് വരുന്നുണ്ട്, അല്ലാതെ മറ്റൊന്നുമില്ല. പക്ഷേ ഇവിടെ അകത്ത് ഈ ചെടികളെല്ലാം വെച്ച് പ്ലാവും മാവും എല്ലാം ചാമ്പയും എല്ലാം വെച്ച് എല്ലാത്തിനും നല്ല സൂര്യപ്രകാശം ഉള്ളപ്പോൾ നമ്മൾ ഡോറ് തുറന്നിടും. പിന്നെ ഈ പർപ്പിൾ കളർ ലൈറ്റ് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ആഴ്ചയിൽ 1 ഇതിനൊക്കെ വെള്ളം ഒഴിക്കും. ഇങ്ങനെയാണ്, അല്ലാതെ വളമൊന്നും അങ്ങനെ ഇടാറില്ല. ഇങ്ങനെയാണ് നമ്മൾ ഈ വിൻ്ററിൽ നമ്മുടെ ചെടികളെ പരിരക്ഷിക്കുന്നത്. ഇങ്ങനെയാണ്. ഇങ്ങനെ നമ്മൾ അകത്ത് വെച്ചിരിക്കുവാണ്. ആഴ്ചയിൽ 1 വെള്ളം ഒഴിക്കും. പിന്നെ ഇങ്ങനെ ലൈറ്റ് എപ്പോഴും ഇട്ടിട്ടുണ്ട്. പിന്നെ സൂര്യപ്രകാശം ഉള്ളപ്പോൾ നമ്മൾ ഡോറൊക്കെ തുറന്നിടും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങളും ചെറിയ ചെറിയ കൃഷികളൊക്കെ തുടങ്ങുക. വേറെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നമുക്കൊരു സന്തോഷം തരുന്നൊരു കാര്യമല്ലേ ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഇങ്ങനെ പച്ചപ്പും ചെടികളും, പിന്നെ നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യത്തിന്, നല്ലൊരു ഫിസിക്കൽ ഹെൽത്തിന് നല്ലൊരു എക്സസൈസ് അല്ലേ. അപ്പം ഇത് നിങ്ങൾ ചെയ്യുക. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, വിൻ്റർ ടെക്സസിലെ കാലാവസ്ഥ അൺപ്രഡിക്റ്റബിളാണ്. പക്ഷേ നിങ്ങൾ എവിടെയാണെങ്കിലും തണുപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം, വിൻ്റർ ക്ലോത്തൊക്കെ ഇട്ട്. പിന്നെ നന്നായിട്ട് ഫുഡ് കഴിക്കുക, ആരോഗ്യം നോക്കുക, എക്സസൈസ് ചെയ്യുക. ആവശ്യമെങ്കിൽ ചെറിയ ചെറിയ സൂപ്പുകളൊക്കെ ഉണ്ടാക്കി കഴിക്കുക. സൂപ്പ് ഒത്തിരി നല്ലതാണ്. ഞാൻ ഈയിടെ മുരിങ്ങക്കോൽ കൊണ്ടൊരു സൂപ്പ് ഉണ്ടാക്കി, അടിപൊളിയായിരുന്നു.
അപ്പം എല്ലാം ചിക്കനും മീറ്റും അങ്ങനെ വേണമെന്നില്ല, നമുക്ക് എന്തുകൊണ്ടും സൂപ്പ് ഉണ്ടാക്കി കഴിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ഈ വിൻ്ററിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സൂപ്പുകളൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഗാർഡൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.